ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് ആവശ്യപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം നന്നായി ഗ്രഹിച്ചുകൊണ്ട് അതിനനുസൃതമായ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാകുന്നത്രയും പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹുവിന്റെ ആജ്ഞ മാനിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടുമൊക്കെ ജീവിക്കുവാനുള്ള തൗഫീഖും സന്നദ്ധതയും സാഹചര്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ മാഇദയിലെ 51-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ആയത്തിന്റെ ഉള്ളടക്കം വിശ്വാസികളായ ആളുകള് ജൂതന്മാരെയും ക്രൈസ്തവരെയും ആത്മമിത്രങ്ങളാക്കി സ്വീകരിക്കരുത്. അവർ പരസ്പരം ആത്മമിത്രങ്ങളാണ്. ആരെങ്കിലും ആ നയം സ്വീകരിക്കുകയാണെങ്കിൽ ആ സ്വീകരിക്കുന്ന വിശ്വാസികളും അവർക്ക് സമാനമാണ്. അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നേരായ മാർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയില്ല. ഈ ആയത്ത് സമാനമായിട്ട് സൂറത്തുൽ മാഇദയിൽ 51-ഉം 57-ഉം അതുപോലെ തന്നെ സൂറ ആല ഇംറാനിൽ 28-ാമത്തെ വചനവും ഏകദേശം ഈ ഉള്ളടക്കം തന്നെയാണ്. ആല ഇംറാനില് ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളായ ആളുകളെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. ഈ വചനം നമുക്ക് കാണാൻ കഴിയും. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു വചനമല്ല. വിശുദ്ധ ഖുർആനിന്റെ അവതരണം മുതൽക്ക് ഈ ആയത്തുകൾ ഖുർആനിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്ന് ഈ ആയത്തുകളെ അതിന്റെ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അതിന്റെ ആ കോണ്ടെക്സ്റ്റ് മറച്ചു പിടിച്ചുകൊണ്ട് വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നാസ്തികരും യുക്തിവാദികളും അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ കടുത്ത വിരോധികള് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് ഈ ആയത്തുകളെ കേന്ദ്രീകരിച്ച് നിരന്തരം ഖുർആൻ ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ശരാശരി വിദ്യാഭ്യാസമില്ലാത്ത പുതിയ തലമുറകളിൽപ്പെട്ട ധാരാളം ആളുകൾ ഇതിന് ലൈക്കടിക്കുന്നതും ഈ നിലപാടിനോടൊക്കെ യോജിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതുമൊക്കെ സർവ്വസാധാരണയായിട്ട് കാണാറുമുണ്ട്. എന്താണ് ഈ ആയത്തിന്റെ ഉള്ളടക്കം? അത് അവതീർണമായ സന്ദർഭം ഏതാണ്? തുടങ്ങിയ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഈ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 51, 57 ഈ ആയത്തുകൾ മദീനയിലാണ് അവതീർണമാകുന്നത്. ഈ ആയത്ത് ഹിജ്റയുടെ 6-ാം വർഷമാണ് അവതീർണമാകുന്നത് മദീനയിൽ. ഹിജ്റയുടെ 6-ാം വർഷം എന്ന് പറയുന്നത് ഇസ്ലാമും ജാഹിലിയത്തുമായിട്ട് പരസ്യമായി സംഘടന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വളരെ വ്യാപകമായി ഈമാനും കുഫറും തമ്മിൽ സമരത്തിലാണ്. മാത്രമല്ല, വിശ്വാസികളുടെയും വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകളുടെയും ഏകദേശം ശക്തി തുല്യമാണ്. ഒരുപക്ഷെ ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്ന പ്രകാരം വിശ്വാസികളെക്കാൾ ഒരുപടി മുന്നിലാണ് ഹിജ്റയുടെ 6-ാം വർഷം മദീനയിലെ ജൂത, ക്രൈസ്തവ, അതോടൊപ്പം മക്കയിലെ ഖുറൈശി പ്രമുഖര്, ഇവരുടെയൊക്കെ അഹ്സാബ്, ഈ കൂട്ടുകെട്ട്. അഹ്സാബിന്റെ പശ്ചാത്തലവും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹിജ്റയുടെ 5-ാം വർഷവും 6-ഉം കൂടിയിട്ടാണ് ഈ കൂട്ടുകെട്ട്, ഈ സഖ്യം നടക്കുന്നത്. ഇസ്ലാമിനേക്കാൾ, ഇസ്ലാമിക ശക്തികളെക്കാൾ, മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ബലം, ശക്തി ഈ ശത്രുപക്ഷത്ത് തന്നെയാണ്. ഈ ഘട്ടത്തില് കപടവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകള് ഈ ശത്രുപക്ഷത്തെയും അതുപോലെ തന്നെ ഇസ്ലാമിക പാർട്ടിയിലും അംഗമാണ്, ശത്രുപക്ഷത്തിലും അംഗമാണ്. അതെന്തിനെന്ന് ചോദിച്ചാൽ, ഇവർക്കറിയാം ഈ ശത്രുപക്ഷത്തിന്റെ ആധിക്യം, അവരുടെ അംഗബലം വളരെ കൂടുതലാണ്. വിജയം എന്ന് പറയുന്നത് ജാഹിലിയത്തിനും അവകാശപ്പെടാം, ഇസ്ലാമിനും അവകാശപ്പെടാം. അങ്ങനെയുള്ളൊരു സങ്കീർണ ഘട്ടമാണ് ഹിജ്റയുടെ 6-ാം വർഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിരിപ്പ് എന്ന് പറയുന്നത്, വിജയിക്കുകയാണെങ്കിൽ ജാഹിലിയത്തിനാണ് വിജയമെങ്കിൽ ആ പക്ഷത്തേക്ക് ചേരാം, സുരക്ഷിതമായിട്ടുള്ള അഭയകേന്ദ്രം അവിടെ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി നിർഭാഗ്യവശാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വിജയമെങ്കിൽ ഇങ്ങോട്ട് വരികയും ചെയ്യാം. ഈ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ധാരാളം ആളുകൾ, ദുർബലരായിട്ടുള്ള വിശ്വാസികൾ, മക്കയിലുള്ള കുഫാറുകളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു. ആത്മബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ അത് സൂചിപ്പിച്ചതാണ്. ഹാത്തിം ഇബ്നു അബീ ബൽതാ എന്ന് പറയുന്ന ഒരു വ്യക്തി ബദറിലൊക്കെ പങ്കെടുത്ത സഹാബിയാണ്. അദ്ദേഹം ഇതിനോടനുബന്ധിച്ചൊക്കെ ഒരു കത്ത് എഴുതിയതിന്റെ ചരിത്ര പശ്ചാത്തലം കഴിഞ്ഞ ഖുത്ബയിൽ മിമ്പറിലൂടെ നിങ്ങൾ കേട്ടതാണ്. അദ്ദേഹം അടക്കം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം ആളുകള് മാനസികമായിട്ട് ഖുറൈശികളോട് ആഭിമുഖ്യം പുലർത്തിയുന്ന ഒരു സന്ദർഭം. അതോടൊപ്പം തന്നെ ഈ അഹ്സാബ് എന്ന ഈ സഖ്യകക്ഷികളുടെ അവരുടെ ശത്രുത, ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇത്തരം അനുഭവങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അനുഭവപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, വിശ്വാസികളെ, നിങ്ങള് ഇപ്പോൾ ഒരു യുദ്ധമുഖത്താണ്. നിങ്ങളുടെ പ്രതിയോഗികളായിട്ടുള്ള, കടുത്ത പ്രതിയോഗികളായിട്ടുള്ള ജൂത, ക്രൈസ്തവ കൂട്ടുകെട്ടുകളുമായിട്ട് നിങ്ങൾ ആത്മബന്ധം പുലർത്തരുത്. സൗഹൃദമാവാം, ഭൗതികമായിട്ടുള്ള മറ്റുള്ള എല്ലാ ഇടപാടുകളും ആവാം. ആദർശത്തെ, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിക്കുന്ന ആദർശത്തെ പണയം വെച്ചുകൊണ്ട്, അടിയറ വെച്ചുകൊണ്ട് ഉള്ളൊരു ബന്ധം നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്ന് വിശ്വാസികളെ ഉണർത്തുന്ന ഒരു രംഗമാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്.
അപ്പൊ ഇത്തരം ഘട്ടത്തിൽ ഇതിൽ നിന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ ജൂത ക്രൈസ്തവരോട് അവരെ മിത്രങ്ങളാക്കരുത്, കൂട്ടുകൂടരുത് എന്ന് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ഇത്തരം ആളുകള്, പ്രത്യേകിച്ച് മതം വിട്ട ആണും പെണ്ണും ഇവരെല്ലാവരും കൂടി പ്രത്യേകമായ കടുത്ത പ്രതിയോഗികളുടെ ആശീർവാദത്തോടു കൂടി നടത്തുന്ന ഖുർആൻ ക്ലാസിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സൂചിപ്പിക്കപ്പെട്ടതാണ്. ഒരു യുദ്ധമുഖത്ത് പ്രതിയോഗികളോട് വളരെ ജാഗ്രത പുലർത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തുന്ന ഒരു രംഗമാണത്. ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശ്വാസികൾ പോലും ചോദിക്കാറുണ്ട്, അതെന്താണ് ആയത്ത് അങ്ങനെ പറയുന്നത്? അത് ശരിയായ നിലപാടാണോ? നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങള് ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ പ്രാഥമികമായിട്ടൊക്കെ മനസ്സിലാക്കിയ ആളുകളുടെ മനസ്സിൽ നടക്കം ഒരു ബഹുസ്വര സമൂഹത്തിന് ഇത് ഫിറ്റാണോ എന്ന് ചോദിക്കാറുണ്ട് എന്നും കൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ഘട്ടത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടൊക്കെയാണ് മുവാലാത്ത് നടത്തേണ്ടത് എന്നും ആരോടൊക്കെയാണ് ബറാഅത്ത് നടത്തേണ്ടത് എന്നും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ വലിയായി സ്വീകരിക്കുക, അത് ആത്മമിത്രമാക്കുക. ആരെയാണ് വിശ്വാസി ആത്മമിത്രമാക്കേണ്ടത്? ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ആരോടൊക്കെയാണ് ബന്ധം വിച്ഛേദിക്കേണ്ടത്. ഈ അർത്ഥത്തിലുള്ള ബന്ധം, ആദർശത്തെ പണയം വെച്ചുകൊണ്ടുള്ളൊരു ഒരു ബന്ധം, ഈ ഇത്തരത്തിലുള്ള ബന്ധം ആരോടൊക്കെയാണ് വിച്ഛേദിക്കേണ്ടത് എന്നും ആരെയാണ് ആത്മബന്ധുക്കളാക്കി ആത്മമിത്രങ്ങളാക്കി സ്വീകരിക്കേണ്ടത് എന്നും വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ആയത്തിന്റെ ഉള്ളടക്കത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. കാരണം വലൻ തറല്ലൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതുഹും ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ജൂത ക്രൈസ്തവ കൂട്ടുകെട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് പറയാണ്, പ്രവാചകരെ താങ്കളും താങ്കളുടെ കൂടെയുള്ള ആളുകളും അവരുടെ നയവും നിലപാടുകളും ദർശനവും സ്വീകരിക്കാത്ത കാലത്തോളം അവർ ഒരിക്കലും നിങ്ങളെ പിന്തുടരാതിരിക്കുകയില്ല. അവരുടെ നയവും നിലപാടും അവരുടെ ശ്രമവും അധ്വാനവും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. അവരുടെ ദർശനത്തിലേക്ക് പ്രവാചകനെയും സ്വഹാബത്തിനെയും തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയണം, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗൈഡ് ലൈൻസുകളാണ്, ആ മാർഗനിർദ്ദേശമാണ്, ജീവിത രീതിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് സ്വഹാബത്തിനെയും അനുയായികളെയും പ്രവാചകരെ നിങ്ങൾ ഉണർത്തുകയും വേണം. അപ്പൊ ഇത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി വ്യാജേന പടച്ചുവിടുന്ന ആശയങ്ങളാണ്. ഇത്തരം യുക്തിവാദികളും നാസ്തികരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഘട്ടത്തിൽ നാം ഇതിനെ സംബന്ധിച്ചതിന്റെ വ്യക്തമായിട്ടുള്ള രേഖ, ഒരു ചിത്രം, അതിന്റെ ചരിത്രവും വിശ്വാസികളായ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഹിജ്റയുടെ 6-ാം വർഷത്തിന്റെ പശ്ചാത്തലവും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അവർക്കാണ് ശക്തി കൂടുതൽ. അതുകൊണ്ടായിരുന്നല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉംറക്ക് പോയപ്പോ അവിടെ തടഞ്ഞത്. 1400 ആളുകള് സഹാബികള് റസൂലിന്റെ കൂടെയുണ്ട്. എന്നിട്ട് പോലും അവരുടെ പ്രമാണിത്വവും ആഢ്യത്വവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവർ തടയുകയാണ് ചെയ്തത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരേണ്ടി വന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഇത്തരം ആളുകൾ, പ്രതിയോഗികളായിട്ട് ഉള്ള ആളുകള് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും കൂടിയാണ് ഈ ആയത്തിന്റെ ഒക്കെ
അവതരണം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇത് ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയുമല്ല, സാമാന്യവൽക്കരിക്കല്ല, വളരെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വകും ഔലിയാ. ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയാണ്, വിശ്വാസികളെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും കഠിന ശത്രുക്കളെ, കഠിന പ്രതിയോഗികളെ ഒരിക്കലും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. മറ്റുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾക്ക് പതിവ് പോലെ ആവാം, അവരുടെ ആഘോഷങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളികളാവാം, അവിടെ സാമൂഹികമായ സാംസ്കാരികമായ തലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കാളികളാവാം, അവരോട് മറ്റുള്ള ഇടപാടുകൾ നടത്താം, കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കാം, ഉപജീവനത്തിന് വേണ്ടി അവരുടെ കൃഷിയിടങ്ങളിൽ മറ്റും നിങ്ങൾക്ക് ജോലി ചെയ്യാം, അവിടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് ജോലി സ്വീകരിക്കാം. ഇതിനൊന്നും എതിരല്ല. അതേസമയം അള്ളാഹുവിന്റെ ദീനിന് അവരുടെ മുമ്പിൽ പണയം വെച്ചുകൊണ്ടുള്ള ഒരു രീതി നിങ്ങൾ ഒരിക്കലും ഒരു മുവാലാത്ത്, ഒരു വിലായത്ത്, കാരണം വിശ്വാസികളുടെ വലിയ എന്ന് പറയുന്ന അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹുവാണ് വിശ്വാസികളുടെ വലിയ. അതിനെ വിട്ടുകൊണ്ട് മറ്റൊരു വലിയനെ സ്വീകരിക്കാൻ വിശ്വാസിക്ക് സാധ്യമല്ല. ഇത് വളരെ തുറന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി സ്വഹാബത്തിനെ പഠിപ്പിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. ഇതിനുശേഷമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനങ്ങളും ജീവിത രീതിയും ഇത്തരം ജൂത, ക്രൈസ്തവ അല്ലെങ്കിൽ മുശ്രിക്കുകളുമായിട്ടുള്ള ബന്ധങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇത് വ്യക്തത കിട്ടും. ഈ ആയത്തുകളൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ, സൂറത്തുൽ മാഇദ മദീനയിലാണ്, ഹിജ്റയുടെ 6-ാം വർഷമാണ്. 6-ാം വർഷത്തിന്റെ അവസാനത്തിലും 7-ാം വർഷത്തിന്റെ ആദ്യത്തിലുമാണ് ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ടുണ്ട്. ഈ മദീനയിലുള്ള ഭൂരിപക്ഷം വരുന്ന ജൂത, ക്രൈസ്തവ അവരുമായിട്ട് എല്ലാ തരത്തിലും സഹകരണം അല്ലാഹുവിന്റെ റസൂൽ നടത്തുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ആദർശം ഒഴിവാക്കിക്കൊണ്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കരുത് എന്നാണ്. അല്ലാതെ ജൂത, ക്രൈസ്തവരുമായിട്ടുള്ള മറ്റുള്ള ബന്ധങ്ങളൊക്കെ ആവാം എന്നുള്ളതും കൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും കൂടിയാണ്. 1-2 ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്തറാ തുആമൻ മിൻ യഹൂദിയിൻ ഇലാ അജലിൻ വറഹനഹു ദിർഅൻ മിൻ ഹദീദ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത അവസാന ഘട്ടത്തിലാണ് കേട്ടോ. മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ്, വഫാത്താകുന്നതിന്റെ കുറച്ച് മുമ്പ് സംഭവിച്ച സംഗതികളാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയിൽ നിന്ന് 60 ഇഷ്തറാ തുആമൻ മിൻ യഹൂദിയിൻ, ചില ഹദീസുകളിൽ കാണാം 60 സാഴ് ഗോതമ്പ് കടം വാങ്ങിച്ചു. പകരം വെച്ചത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കിയാണ്. ഒരു ഇരുമ്പിന്റെ പടയങ്കി അവിടെ പണയം വെച്ചുകൊണ്ട് പകരമായിട്ട് ധാന്യം വാങ്ങി. ഇടപാടുകൾ, ജൂത ക്രൈസ്തവരുമായിട്ട് ബന്ധം പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിരുന്നുവെങ്കിൽ അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ടല്ല, ഇടപാടുകൾ നടത്താം. അതിൽപ്പെട്ട ശത്രുത പുലർത്തുന്ന ഒരു വിഭാഗം, ഒരു ചെറിയ സംഘം, അവരോട് സ്വീകരിക്കേണ്ട സമീപനമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലാക്കിയിരുന്നു, സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. നമ്മളും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിലും ഇത്തരം അനുഭവങ്ങളും ഇത്തരം ശത്രുതയുടെ തന്തുക്കൾ ഏതെല്ലാം കാലങ്ങളിൽ ഉണ്ടോ അവരോടൊക്കെ ഈ സമീപനം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിൽ യാതൊരു സംശയവുമില്ല. വളരെ ക്ലിയർ ആയിട്ട് ഖുർആൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു വിഭാഗത്തെ, ഒരു വിശ്വാസികളെ വംശീയപരമായിട്ടും അതുപോലെ തന്നെ ആദർശപരമായിട്ടും ഒക്കെ ആ വംശീയപരമായിട്ട് ഉന്മൂലനം ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തോട് അള്ളാഹു അത് മാത്രമേ പറയാനുള്ളൂ.
വിശ്വാസികളുടെ നിലപാടാണത്. അത്തരം ആളുകളോടുള്ള സമീപനത്തിൽ അവരാത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. മറ്റുള്ള എല്ലാ രംഗവും ജൂതന്റെ അടുക്കൽ നിന്ന് വ്യാപാരം നടത്തി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആ പടയങ്കി ആ ജൂതന്റെ വീട്ടിൽ തന്നെയായിരുന്നു, അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബുഖാരി സഹീൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഒരഭിപ്രായ വ്യത്യാസവും അതിനെ സംബന്ധിച്ച് ഇല്ലതാനും. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ജൂതന്റെ പക്കൽ നിന്നൊരു ഒട്ടകം വാങ്ങി. അതിന് വിലയും നൽകി. വിലയും നൽകിയതിനു ശേഷം ഈ ജൂതൻ ചതിച്ചു. വില തന്നിട്ടില്ല എന്ന് ആളുകളെ കാണുമ്പോഴൊക്കെ ഇദ്ദേഹം വിളിച്ചു പറയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ സാക്ഷിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഒരിക്കൽ ഹുസൈമ എന്ന് പറയുന്ന ഹുസൈമത്ത് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഇതിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, അന റഅയ്തുക യാ റസൂലല്ലാഹ്, പ്രവാചകരെ, നിങ്ങൾ ഇങ്ങനെ പൈസ കൈമാറിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടകത്തിന് പകരം പൈസ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആ യഹൂദി നിശബ്ദനാവുകയും തിരിച്ചു പോവുകയാണ് ചെയ്തത്. 2 ദിവസം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുസൈമത്ത് ഇബ്നു സാബിത്തിനെ വിളിക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഹുസൈബ് പറയുന്ന വർത്തമാനം, യാ റസൂലല്ലാഹ്, ഉസദ്ദിഖുക ഫീ ഖബരിസ് സമാഇ വകുല്ലമാ ജിഅത ബിഹി, പ്രവാചകരെ, ആകാശത്ത് നിന്ന് കൊണ്ടുവന്ന സകലതും നിങ്ങൾ പറഞ്ഞപ്പോൾ സത്യമാണ് എന്ന് ഞാൻ വിശ്വസിച്ചവനാണ്. അതുകൊണ്ട് വഉകദ്ദിബുക ഫീ ബിളഇ ദറാഹിം, ഏതാനും തുട്ടുകൾ നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് കളവാണ് എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് അതിന് മറുപടിയായിട്ട് ഹുസൈമ പറഞ്ഞത്. ഈ തുട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ കളവ് പറയുമോ? വിശ്വസിക്കാൻ സാധ്യമല്ല, ഒരിക്കലും അത് സംഭവിക്കില്ല, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് എന്ന് ഞാനിത് സൂചിപ്പിച്ചത്. ഈ ജൂതന്റെ അടുക്കൽ നിന്ന് അപ്പോഴും ഇടപാടുകൾ നടത്തിയിരുന്നു, അവരുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും നടത്തിയിരുന്നു. ഖൈബറിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂത സ്ത്രീ ഒരു ആടിനെ സമ്മാനിച്ചു. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കുകയും ചെയ്തു എന്നും ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി അഅത ഖൈബറൽ യഹൂദ് അലാ അൻ യഅമലൂഹാ വയസ്റഊഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലുള്ള ജൂതന്മാരുമായിട്ട് എല്ലാ കാർഷിക ഇടപാടുകൾ നടത്തിയിരുന്നു. അവിടെ കൃഷിയിടത്തിൽ കൃഷി ഇറക്കിയിരുന്നു, അവരോടൊപ്പം തൊഴിലാളികളെ വിട്ട് അതിന് തൊഴിൽ ചെയ്തിരുന്നു. എന്നിട്ട് വലഹും ശത്രു മഖറജ മിൻഹ, പകുതിയും ഉൽപ്പന്നം, കാർഷിക വിളവിന്റെ പകുതി ജൂതരും പകുതി അള്ളാഹുവിന്റെ റസൂലും സ്വീകരിച്ചിരുന്നു എന്നും സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ കാണാം. അപ്പോൾ കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, ഉപജീവന രംഗത്ത്, സൗഹൃദം, എല്ലാ സാംസ്കാരിക സാമൂഹിക ഘട്ടങ്ങളിലൊക്കെ അവരോട് സഹകരിക്കാം. അതിനൊന്നും യാതൊരു തരത്തിലുള്ള വിലക്കും, ജാതി നോക്കി അല്ലെങ്കിൽ മതം നോക്കിക്കൊണ്ടുള്ള വിലക്ക്, ഒരു വർഗീയത അതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങൾ കേട്ടതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴികാട്ടിയെ സ്വീകരിച്ചു. അദ്ദേഹമാകട്ടെ ഖുറൈശികളുടെ അലാ ദീനി കുഫാരി ഖുറൈശികളുടെ മതം സ്വീകരിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒട്ടകത്തിന്റെ മൂക്കുകയർ കൊടുക്കുന്നത്. ഈ അവിശ്വാസിയായ വ്യക്തിയുടെ കയ്യിലാണ്. അദ്ദേഹത്തിന് എങ്ങോട്ടും വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ അത്തരത്തിലുള്ള ഇടപാടുകളും അത്തരത്തിലുള്ള സമീപനങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിൽ നിന്ന് യാതൊരു തടസ്സവും ഇസ്ലാം ഒരു ഘട്ടത്തിലും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട്
ഇതിന്റെ ആയത്തിന്റെ ഒക്കെ ഉള്ളടക്കം നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കയറി ഇറങ്ങും നമ്മളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഖുത്തൈല എന്ന് പറയുന്ന ആദ്യ ഭാര്യ മുശ്രിക്കത്തായിരുന്നു. അവരൊരിക്കൽ മകളെ കാണുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മദീനയിലേക്ക് വരികയാണ്. അസ്മാ റളിയല്ലാഹു തആല അൻഹ ഫത്വ ചോദിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട്, അഫ അസിലു ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ മുശ്രിക്കത്താണ്, എനിക്ക് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും, അവർ എന്നെ കാണാൻ വേണ്ടി വന്നവരാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, സിലി ഉമ്മക്കി, നിങ്ങളുടെ ഉമ്മയുമായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കണം. ഈ ബന്ധത്തിന് ഇത് എതിരല്ല. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീന് ഇത്തരത്തിലുള്ള മാനുഷികമായ ബന്ധങ്ങൾക്കൊരിക്കലും എതിർ നിൽക്കുന്നില്ല എന്ന് അസ്മാ റളിയല്ലാഹു തആല അൻഹയെ പഠിപ്പിക്കുന്ന രംഗവും ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങള്. കാരണം ഈ വിശുദ്ധ ഖുർആൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ആയത്തിന്റെ ഉള്ളടക്കം ഇതല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാം? ജൂത ക്രൈസ്തവ അവിശ്വാസികളോടൊന്നും കൂട്ടുകൂടാൻ പാടില്ല എന്ന് സാമാന്യവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നുവെങ്കിൽ അതിന് വിപരീതമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രവർത്തിക്കുമോ? ഈ സംഭവങ്ങളെല്ലാം ഈ സൂറത്തുൽ മാഇദയിലെ ആയത്തുകളുടെ അവതരണത്തിന് ശേഷമാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ നാം ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും അവതരണ പശ്ചാത്തലം സംബന്ധിച്ചൊക്കെ ഒന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക, അത് അന്വേഷിക്കുക. എന്നിട്ട് അതിനുള്ള ഒരു മറുപടി എന്നോണം നമ്മൾ അതിന് സഹോദര സമുദായത്തിനും മറ്റുള്ളവരോടും ഒക്കെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തില് അത്തരം ആളുകളെ നമ്മളത് ബോധ്യപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥയും സന്നദ്ധതയും നാം ഓരോരുത്തരും വിശ്വാസികൾ എന്ന നിലയിൽ കാണിക്കേണ്ടതുണ്ട്. കാരണം ഈ ദീൻ എന്ന് പറയുന്നത് റഹ്മത്തിന്റെ ദീനാണ്. അത് റഹ്മത്തുൽ ആലമീൻ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ള, അതിന്റെ വിതരണം നടത്തിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നതൊക്കെ റഹ്മത്തുൽ ആലമീൻ എന്നാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ എന്ന് മാത്രമല്ല എല്ലാ ജന്തുജാലങ്ങളും, അത് ജീവനുള്ളതും ഇല്ലാത്തതും ഒക്കെ, അതിനോടൊക്കെ കാരുണ്യം കാണിക്കാൻ ആവശ്യപ്പെടുന്ന ദീനിന്റെ വക്താക്കളാണ് നാം ഓരോരുത്തരും. അപ്പൊ അതിന്റെ ഒരു ഉള്ളടക്കത്തിൽ ഇത്തരം കൽപ്പനകളോ പ്രസ്താവനകളോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കം, അതിന്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ സഹോദരന്മാർക്കും സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ അത്തരം സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ, അതിനുള്ള സന്നദ്ധത, തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തുല്ലാഹി വസലാമുഹു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരങ്ങൾ, നമുക്ക് സമയം, അത് വിലപ്പെട്ടതാണ്. നമുക്കൊക്കെയും ഒരു അവധി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജല് എത്തിക്കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കുമുണ്ട് അജല്, ഉമ്മത്തിനും അജലുണ്ട്. ലിക്കുല്ലി ഉമ്മത്തിൻ അജലുഹ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിനൊരു അജലുണ്ട്, വ്യക്തികൾക്കും അജലുണ്ട്, ഒരു കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി സാധ്യമാകുന്ന അത്രയും വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അജലെത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരെയും തിരിച്ചു വിളിക്കും. അത്തരത്തിൽ ധാരാളം ആളുകളെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതിൽ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ
ഉണ്ട്. ഈയിടെയായിട്ട് അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ച നമ്മുടെ താന്നൂർ സ്വദേശിയായ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് ഈ മുസ്ലിം ഉമ്മത്തിനെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികമായിട്ടുമൊക്കെ നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരും നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളടക്കം മക്കളടക്കം സഹോദരി സഹോദരന്മാരടക്കം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളടക്കം അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين اللهم أذل الشرك والمشركين اللهم دمر جيوش الصهيونيين اللهم دمر رؤوس جيوش اليهود والنصارى اللهم دمر رؤوس جيوش الكفرة الفجر في كل مكان. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.